വീരമല്ലോ. റെഡിയല്ലേ? ഹരിഹര വീരമല്ലോ. റെഡിയാണ്, ഞാൻ റെഡിയാണ്. നീ റെഡിയാണോ? അല്ല, ഞാൻ കഴിഞ്ഞോട്ടെ. ആ ഒരു ഓരിയിടൽ അങ്ങ് തീരുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങിയാൽ മതിയല്ലോ എന്ന് ഓർത്തിട്ടായിരുന്നു. ഒരു സാധനം കൂടെ ഇടട്ടെ, അത്രല്ലേ. കഴിഞ്ഞു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഴി റിയാക്ഷൻ ആണ് ഹരിഹര വീരമല്ലു സിനിമയുടെ ഒഫീഷ്യൽ ടീസർ 9 മണിക്ക് എത്തിയിട്ടുണ്ട്. കാണാം. പിന്നെന്താ, തുടങ്ങിക്കോ. അല്ല, ഓണാക്കിക്കോ. കല്യാൺ പവൻ കല്യാൺ തകർക്കോ? പിന്നെന്താ, തകർക്കേണ്ടതാണ്. മലയാളിയായിരിക്കും. മല്ലുവാണോ? പിന്നല്ല, പിന്നെ നമ്മുടെ ആൾക്കാരാട്ടോ, നമ്മളെ ആളാണ്. നമ്മൾ അതുകൊണ്ട് തന്നെ അത് വിജയിപ്പിച്ചു കൊടുക്കണം. അതെ, നമ്മളെ ആൾക്കാർ അല്ല, അല്ലെങ്കിൽ നമ്മൾ വിജയിപ്പിക്കാറുണ്ട് കേട്ടോ. പക്ഷെ കുറച്ച് കൂടുതലൊരു പരിഗണന ഉണ്ടാവും തീർച്ചയായിട്ടും. 1 മിനിറ്റ് 38 സെക്കൻഡ് ഉണ്ട് കേട്ടോ. കാണാം. നമ്മുടെ ജീവനൊരു വിലയില്ല. നമ്മളെ ക്രൂരതയ്ക്ക് ഇരയാക്കി നമ്മുടെ കഷ്ടങ്ങളെ കൊള്ളയടിക്കുന്നു. ഓരോരുത്തരെയും നമ്മുടെ മുകളിലുള്ളവർ കൊള്ളയടിക്കുന്നു. നമ്മളെ ജമീന്ദാർ കൊള്ളയടിക്കുന്നു. ജമീന്ദാറെ ഗോൾക്കണ്ട നവാബ് കൊള്ളയടിക്കുന്നു. ഈ നവാബിനെ ഡൽഹിയിലുള്ള മുഗൾ ചക്രവർത്തി. ഇതുപോലെ നമ്മുടെ മുകളിലുള്ള കൊള്ളക്കാരെല്ലാം ശരിയാക്കാൻ ദൈവം തീർച്ചയായും ഒരാളെ അയക്കും. പവൻ കല്യാൺ അവൻ വന്ന് ഈ കൊള്ളക്കാരെയൊക്കെ തകർത്ത് തരിപ്പണമാണ്. ആളിതൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. സംഭവം പൊളി. ഇത് പാർട്ട് 1 ആണോ? ധർമ്മത്തിന് വേണ്ടിയുള്ള യുദ്ധം 2024 ഡേറ്റ് വന്നിട്ടില്ല അല്ലേ? എന്താണെങ്കിലും അറിയാം, ഈ സാധനത്തിന് ഭയങ്കര ഹൈപ്പുള്ള സിനിമയാണ് ഹരിഹര വീരമല്ലു. പിന്നെ ആള് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കുറെ മാർഷൽ ആർട്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് അതിന്റെ വീഡിയോ ഒക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് കാണാനുണ്ട്. ഇനി ആളുള്ളൊരു സംഭവം എനിക്ക് തോന്നിയ സംഭവം, ആളുടേതായിട്ട് കുറെ സാധനമുണ്ട്. ഈ എക്സ്ട്രാ ഓവർ ആയിട്ടുള്ള സാധനം അതില്ലാതെ ഈ ടീച്ചർ തന്ന പോലെയുള്ള സാധനം തരുന്നെങ്കിൽ സൂപ്പർ സിനിമയായിരിക്കും. എനിക്ക് അങ്ങനെ തോന്നുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആൾറെഡി കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. അതൊരു സത്യം. ഓവർ ഇതുവരെ കാണിച്ചിട്ടില്ല. അത് ഗ്ലിംസ് വീഡിയോ വന്നപ്പോ അത് മോശമായിരുന്നില്ല. ഗ്ലിംസ് അടിപൊളിയായിരുന്നു അന്ന് കാണിച്ചത്. ഇതും സംഭവം പൊളിയായിട്ടുണ്ട്. ഇത് ടോട്ടൽ ഇതിന്റെ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലായി. അതായത് മുഗൾ ചക്രവർത്തിയാണ്. ഞാനത് പറയാൻ വരുന്നത്. മുഗൾ ചക്രവർത്തിയിലേക്ക് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ബോബി ഡിയോൾ ഒരു രക്ഷയില്ല കേട്ടോ. ആളാണ് മെയിൻ വില്ലൻ. അപ്പൊ ഈ നമ്മുടെ ഈ ജസിയ ഒക്കെ ഉണ്ടല്ലോ, പണ്ട് കാലഘട്ടങ്ങളിൽ അക്ബറിന്റെയും അവരെയൊക്കെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ജസിയ, അതായത് നികുതിപ്പണം അവരിൽ നിന്ന് പിടിച്ചെടുക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ധാന്യങ്ങൾ പിടിച്ചെടുക്കുന്നു, അവരുടെ സ്വത്തുകൾ പിടിച്ചെടുക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ അടിമയാക്കി വെക്കും. അതിനെതിരെ പോരാടുന്ന ഒരാളായിട്ട്. ബാക്കി ജനങ്ങളെല്ലാം അടിമകളാണ്. ഈ അടിമത്വം അല്ലെങ്കിൽ ആ ഫസ്റ്റ് ഷോട്ടുകൾ കാണിക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെ കേട്ടോ ചെയ്തു വെച്ചിട്ടുള്ളത്. കാരണം ആ ഡയലോഗിനനുസരിച്ചുള്ള സാധനങ്ങൾ തന്നെയാണ് വിഷ്വലായിട്ട് കാണിക്കുന്നത്. അതാ പറഞ്ഞേ, നല്ല ഡയലോഗ്സ് ആണ്. പിന്നെ നമ്മൾ കണ്ട അതായത് ടീസറിൽ ഇതുവരെ എല്ലാം അത് ഏതെങ്കിലും ഒന്ന് മോശം തോന്നിയോ? ഒന്നുമില്ല, അടിപൊളിയാണ്. ടോട്ടൽ എല്ലാ സംഭവങ്ങളും സൂപ്പർ. 1 മിനിറ്റും 38 സെക്കൻഡും ടീസറുള്ളൂ. ടീസറിൽ കാണിച്ചിരിക്കുന്ന ഓരോ ഭാഗങ്ങളും ഒന്നും ഓവറും അല്ല, എന്നാൽ ഒട്ടും മോശം എന്നും പറയാനും പറ്റില്ല. പിന്നെ അന്നത്തെ കാലഘട്ടത്തിലേക്ക് പോയിട്ടുണ്ട്. അവരുടെ ഡ്രസ്സിങ് സ്റ്റൈല് അങ്ങനത്തെ എല്ലാത്തിലും ആ ഒരു സംഭവം പിടിച്ചിട്ടുണ്ട്. അതാ പറഞ്ഞത്, ഇതിന്റെ അപ്പുറത്തേക്ക് ഇനി ആളുടെ വകയായിട്ട് എക്സ്ട്രാ വല്ലതും ഇട്ടാൽ കയ്യിൽ നിന്ന് പോകും. അത്രേ ഉള്ളൂ. അല്ലാതെ ബാക്കി ഇതേപോലെ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നല്ല അടിപൊളി ഒരു സിനിമ നമുക്ക് എല്ലാവർക്കും കിട്ടും. സ്പിരിറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആളുടെ ആയുധം കണ്ടോ? പ്രത്യേകം ഇങ്ങനെ അത് വേറൊരു സാധനം ഇങ്ങനെ അതാ പറഞ്ഞ. അതിന് വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അല്ലാത്ത ആൾക്കാർക്കൊന്നും അത് അങ്ങനെ പെട്ടെന്ന് കഴിയില്ല.
നമുക്കറിയാലോ മലയാളത്തിലൊക്കെ ലാലേട്ടനൊക്കെ ഒരുപാട് ഈ സാധനത്തിന് വേണ്ടി ചെയ്യുന്ന സാധനം. ഇപ്പൊ ഈ അടുത്ത് AR Rahman വേണ്ടിയിട്ട് നമ്മുടെ ടോവിനോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇതാ നന്നായിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു ടൈം എടുത്ത് കാലം എടുത്തിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ സാധനങ്ങൾ കിട്ടുള്ളൂ. ഇത്ര ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അതെ, ഇപ്പൊ ആ മറ്റേ കുന്തം കറക്കുന്ന ആ സീനൊക്കെ അതൊക്കെ സിമ്പിൾ ആയിട്ട് ആള് ചെയ്തിട്ടുള്ളൂ. 2 വാളുകൊണ്ട് അത് ആ ഫൈറ്റ് ചെയ്യുന്ന സാധനങ്ങൾ, അങ്ങനെ കുറെ സാധനങ്ങൾ ആളുടേതായിട്ടുള്ള നന്നായിട്ട് അധ്വാനിച്ചിട്ടുണ്ടെന്നുള്ള അപ്പൊ തന്നെ മനസ്സിലാവും. പിന്നെ കോസ്റ്റ്യൂം നല്ലതാണ്, ലുക്ക് നല്ലതാണ്. പിന്നെ എന്താ മറ്റുള്ള എല്ലാവരുടെയും ഇപ്പോൾ സാധാരണ ജനങ്ങളായിട്ടുള്ള ആൾക്കാരില്ലേ പല രീതിയിലുള്ള ലുക്ക് കാണിക്കുന്നുണ്ട്. അതായത് തലയിൽ കെട്ടുള്ളവരുണ്ട്, അല്ലാത്തവരുണ്ട്, കുട്ടികളുണ്ട്. പിന്നെ ഈ ഒരു മരത്തിന്റെ അതുകൊണ്ട് കൂടുണ്ടാക്കിയിട്ട് അതില് കുറെ അടിമകളുണ്ട്. പിന്നെ ഇതിന്റെ ഒക്കെ ഇടയ്ക്ക് എനിക്ക് തോന്നിയൊരു സാധനം എന്താ പറയുക, അതായത് ആദ്യം ദിവാനെ കാണിക്കുന്നുണ്ട്. ദിവാന്റെ കോസ്റ്റ്യൂമും ദിവാന്റെ ലുക്കും വേറെ. അതിനുശേഷം അതിനേക്കാളും ഉയർന്ന ഒരാളെ കാണിക്കും, ആ ഡയമണ്ട് പിടിച്ചിരിക്കുന്ന ആളെ കാണിക്കുമ്പോൾ അതിനേക്കാൾ അറിഞ്ഞൂടാ, കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെയൊക്കെ എന്തെങ്കിലും അതിന്റെ റെഫറൻസ് ഒക്കെ ഉണ്ടാവായിരിക്കും. അതിന് ആ ആളുടെ കോസ്റ്റ്യൂം വേറെ. മുഗൾ എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് ബോബി ഡിയോളിനെ കാണിക്കും. ബോബി ഡിയോളിന്റെ ഡ്രസ് കോസ്റ്റ്യൂം, ആ തലപ്പാവും 3 ലുക്കിൽ കാണിക്കുന്നുണ്ട്. ഒന്ന് റൂമിൽ സാധാരണ സമയത്ത് തലപ്പാവൊന്നും ഇല്ലാതെ ഒന്ന് രാജാവിന്റെ പോലെ തന്നെ. പിന്നെ ഇതൊക്കെ ഊരിയിട്ട് ശരീരം മാത്രമല്ല, ബോഡി മാത്രം കാണിച്ചിട്ടുള്ള ഒരു ഷോട്ട് ഉണ്ട്. അതൊരു ഫൈറ്റിന്റെ ഇടയ്ക്ക് വരുന്ന പോലെ ആ തലമുടിയൊക്കെ എനിക്ക് തോന്നുന്നു. അതായത് ഇവരുടെ പടയാളികളില്ലേ, അവരോട് ചെന്നിട്ട് ആജ്ഞാപിച്ച് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചെല്ലുമല്ലോ, അതായിരിക്കണം. അതിന്റെ ഇരുട്ടും അതിന്റെ അവിടെയുള്ള കളർ ഗ്രേഡിങ് കണ്ടിട്ട് എനിക്ക് തോന്നിയതാ. കളർ ഗ്രേഡിങ്ങിന്റെ കാര്യം പ്രത്യേകം എടുത്തു പറയണം. ഇതിനകത്ത് തുടക്കത്തിൽ ആദ്യം ആ പകൽ ടൈം കാണിക്കുന്ന സമയത്തും മറ്റേ കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് കാണിക്കുമ്പോഴും ഓരോരുത്തരുടെ ഇതിലേക്ക് വരുമ്പോഴും ഓരോ ചേഞ്ച് വരുന്നുണ്ട്. അല്ലാണ്ട് ഒരേ ഷെയ്ഡിൽ തന്നെ പോണ സാധനം അല്ല. ഓരോ സമയത്തും ഓരോ സംഭവം വരുന്നു. പിന്നെ നമുക്കറിയാം പവൻ കല്യാണിന്റെ എന്താ പറയാ ഫാൻസിന്റെ ഭയങ്കര ഫാൻ ബേസ് ഉള്ള നടനാണ് ആള്. ഇങ്ങനത്തെ ഒരു സംഭവം കിട്ടില്ലാക്കി ചെയ്താൽ പിന്നെ വേറെ കാര്യമുണ്ട്, ആദ്യം തന്നെ അംഗീകരിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അതായത് ആള് കുറേ സിനിമകൾ നമ്മുടെ മലയാളത്തിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നൊക്കെ കൊണ്ടുപോയിട്ട് റീമേക്ക് ചെയ്യും. എന്നാൽ ഇത് റീമേക്ക് അല്ല, ഒരു ഫ്രഷ് ആയിട്ടുള്ള സാധനമാണല്ലോ, പുതിയൊരു സാധനമാണ്. ആദ്യം എടുത്ത് പറയണമായിരുന്നു. അതായത് വേറെ എവിടെ നിന്നും മോഷ്ടിച്ചല്ല, സ്വന്തം എടുത്താണ്. എന്തായാലും ഒരു ഗംഭീര സാധനം നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മളിപ്പോൾ ബാഹുബലിയൊക്കെ തെലുങ്കിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ്. അതുപോലത്തെ ഒരു ഐറ്റം നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. അതെ, സംഭവം നമുക്ക് കൺഫേം ഒന്നും പറയാൻ പറ്റില്ല. അതെ, വന്നു കഴിഞ്ഞാൽ മാത്രം പറയാൻ പറ്റും. പക്ഷെ ഇത് കണ്ടത് വെച്ചിട്ട് നമുക്ക് പറയാം. അത് വെച്ചിട്ട് നമ്മൾ ഒരുപാട് പ്രതീക്ഷയുണ്ട് ഈ സിനിമയ്ക്ക്. 2 രീതിയിൽ ഇതിനെ വിലയിരുത്തണം. ഒന്ന്, ബാഹുബലി ഭയങ്കര, അതായത് ബഡ്ജറ്റ് ഇതിനേക്കാളും എത്രയോ ബഡ്ജറ്റുള്ള സിനിമയാണ്. തീർച്ചയായിട്ടും ഇതിന് ആ ഒരു ചെറിയ മാറ്റം ഫീൽ ചെയ്യുന്നത്, ഒന്ന് ആ തല ഇടിക്കുന്ന സമയത്ത് ആ തൂണിൻ്റെ അത് ഇട്ടത് ശരിയായ രീതിയിൽ മനസ്സിലാവുന്നുണ്ടല്ലോ, അതിൻ്റെ ആർട്ട് ചെയ്തതിൻ്റെ. പിന്നെ നമ്മുടെ ആദ്യത്തെ ദല്ലാളിനെ കാണിച്ചില്ലേ, അപ്പോൾ ആ സിംഹാസനം കണ്ടോ, ക്വാളിറ്റി കുറവാണ്. കല്യാണത്തിന് നമ്മളെ പെണ്ണിന് കൊടുക്കുന്നത് പോലത്തെ സിംഹാസനം, അതിന് ഒരു ക്വാളിറ്റി കുറവുണ്ട്. അത് പക്ഷേ ആള് താഴ്ന്നു നിൽക്കുന്ന, അതായത് മറ്റുള്ളവരെ രാജാവ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ആള് രാജാവ് മൂന്നാമത്തെ സ്ഥാനത്ത് അവിടെയാണ്. അതായത് മോളിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ മൂന്നാമതാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള ക്വാളിറ്റിന്റെ വ്യത്യാസം ഉണ്ടാവാം. അതുകൊണ്ട് അതിന് വിമർശിക്കാൻ പറ്റില്ല. പക്ഷെ അതുപോലെ തന്നെ ഇനി ഇത് നല്ല ക്വാളിറ്റി ആണെങ്കിൽ അതിനേക്കാളും ക്വാളിറ്റി ഉള്ള സിംഹാസനം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. തീർച്ചയായും ബഡ്ജറ്റിന്റെ പ്രശ്നം കാരണം. പക്ഷെ മറ്റത്തിലേക്ക് വരുമ്പോ ബോബി ഡിയോളിനെ കാണിക്കുന്ന സമയത്ത് വരുമ്പോ ആ കൊട്ടാരവും അതെല്ലാം ഏതോ ഒരു മുഗൾ, ആ ഒരു പ്രൗഢി അതേപോലെ കാണിക്കുന്നുണ്ട്. ശരിക്കും ഇന്ത്യൻ സിനിമയിലെ ഈ മുഗൾ ചക്രവർത്തിമാരുടെ ഒക്കെ കഥ വളരെ അപൂർവമായിട്ടേ പറഞ്ഞിട്ടുള്ളൂ. ജോധാക്ബർ വന്നിട്ടുണ്ട്. പിന്നെ വേറെ കുറച്ചും കൂടി ഉണ്ട്. അമീർ ഖാന്റെ അമീർ ഖാൻ ഉണ്ട്, അതായത് നമ്മുടെ അമിതാഭ് ബച്ചനൊക്കെ ഉള്ള അങ്ങനത്തെ കുറച്ച് സിനിമകളൊക്കെ ഉണ്ട്. സിനിമകളേ ഉള്ളൂ. എന്നാൽ വളരെ റയർ ആയിട്ടേ വന്നിട്ടുള്ളൂ. അതുമല്ല, ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഹിന്ദിയിലേ ചെയ്തിട്ടുള്ളൂ, ഹിന്ദിയിലുള്ളൂ. അതെ, അതായത് തമിഴിലേക്കോ തെലുങ്കിലേക്കോ കന്നഡയിലേക്കോ മലയാളത്തിൽ വന്നിട്ടില്ലല്ലോ, വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റുമാണ്. എന്നാൽ വളരെ റയറായിട്ട് ഇന്ത്യൻ സിനിമയിൽ അങ്ങനത്തെ കഥകൾ വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കിട്ടുന്ന ഒരു കാര്യം. ഒരുപാട് പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. എന്തായാലും വരട്ടെ, നന്നാവട്ടെ. 2024 തന്നെ റിലീസ് ഉണ്ടാവും. ഡേറ്റ് കൺഫേം ആയിട്ടില്ല. ട്രെയിലറുകൾ വരട്ടെ, നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ കാണാം. ബൈ.